വെൽക്കം ബാക്ക്. ഇനി ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യത്തെപ്പറ്റി ഒന്നുകൂടെ വൃത്തിയായിട്ട് പറയാം. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഇത് നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഫങ്ഷൻ പ്രിൻ്റ്. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. നമുക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യപ്പെടും. പിന്നെ ലെൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കണ്ടുപിടിക്കപ്പെടും. ടൈപ്പ്, ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് തരും. പിന്നെന്താണ് ഇൻറ്റ്, ഒരു വേരിയബിളിന് ഒരു ടൈപ്പിൽ നിന്ന് വേറെ ടൈപ്പിലേക്ക് മാറ്റും. ഫ്ലോട്ട്, മിന്നൊക്കെ പേര് കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കാര്യമായി. ഇതിപ്പം ചിലതൊന്നും പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറയാം. പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷനാണ്. ഇപ്പോൾ x=5. അപ്പോൾ എനിക്ക് പ്രിൻ്റ് വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ഫങ്ഷനാണ് പ്രിൻ്റ് എക്സ്. അപ്പോൾ പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്രിൻ്റാണ് ഫങ്ഷൻ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ചോദ്യം, ഫങ്ഷൻ ഡിഫൈൻ ചെയ്യട്ടെ. അപ്പോൾ പൈത്തണിൽ നേരത്തെ കുറേ ഫങ്ഷനുകൾ നമുക്ക് വേണ്ടി ഡിഫൈൻ ചെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. അതിലുള്ള ഒരു ഫങ്ഷനാണ്. അതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ പ്രിൻ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് പ്രിൻ്റ് ചെയ്യപ്പെടും, എക്സിൻ്റെ വില പ്രിൻ്റ് ചെയ്യപ്പെടും. അതല്ലാതെ എനിക്ക് വേണമെങ്കിൽ പ്രിൻ്റ്, നമ്മൾ ഇത് കണ്ടു, ബ്രാക്കറ്റിൻ്റെ അകത്തൊരു ആർഗ്യുമെൻ്റ് കൊടുക്കാം. ഒരു 4x ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപടി വരും. അതേ സമയത്ത് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? വാല്യൂ ഓഫ് എക്സ് ഇസ് കൊമ അപ്പം പ്രിൻ്റ് നമ്മൾ പഠിച്ചു. പ്രിൻ്റ് നമ്മൾ ഓൾറെഡി അറിയാം. അപ്പോൾ പ്രിൻ്റ് അറിയുന്ന ഒരു ഫംഗ്ഷനാണ് ആദ്യം എടുത്തത്. പിന്നെ len എന്നുള്ള ഫംഗ്ഷനുണ്ട്. len എല്ലാം ഒരു ബ്രാക്കറ്റുണ്ട്. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇറ്റ് വിൽ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ സീക്വൻസ്. ഉദാഹരണത്തിന് ലിസ്റ്റ്. അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് എടുക്കാം. എ എന്ന് പറഞ്ഞൊരു ലിസ്റ്റുണ്ട്. 10, 20, 35, 2, -1. അപ്പം ഈ ലിസ്റ്റിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ട്? ലിസ്റ്റിൽ 5 എലിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം 5 എലിമെൻറ്റ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കാം. പല ആവശ്യത്തിനുണ്ടാവും. n = len a. ഇനിയിപ്പോൾ n വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് n. അപ്പോൾ ലിസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് ഉപയോഗിക്കാവുന്ന പല ഫംഗ്ഷനുകളുണ്ട്. ഇപ്പം ലെങ്ത്ത് പറഞ്ഞതുകൊണ്ട് ലെങ്ത്തിന് വേറെയും ചെയ്യും. ഇപ്പം നമുക്കൊരു സ്ട്രിങ് ഉണ്ടെന്നിരിക്കട്ടെ, കോളേജ് നെയിം = TKMCE, പ്രിൻ്റ് len നെയിം. അപ്പോൾ ഇവിടെ ഈ നെയിമാണ് ആർഗ്യുമെൻറ്റ്. അതെങ്ങോട്ടേക്ക് പോകുന്നു? len എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ആദ്യം വിളിക്കപ്പെടുന്നത്. ആ ഫംഗ്ഷനെ വിളിച്ചപ്പം എത്ര കിട്ടി? TKMCയുടെ ലെങ്ത്ത് 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അത് പ്രിൻ്റിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് മാറും. നമുക്ക് നോക്കാം. 5 ആണ്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് മിന്ന്. എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തായിരിക്കും മിൻ ചെയ്യുക? നമുക്കിപ്പോൾ ലിസ്റ്റ് എ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ മിനിമം വാല്യൂ തരും. പ്രിൻ്റ് മിൻ എ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലൈൻ ലാഭിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ x = min a എന്ന് പറഞ്ഞ് പ്രിൻ്റ് എക്സ് എന്ന് കൊടുക്കാം. അതിന് വേറെ ഈ ഒറ്റ അടിക്ക് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എ അറിയാം. എന്താണ് min a? -1 ആണ്. ക്ലിയർ അല്ലേ? അപ്പം മിൻ അറിയാം. പിന്നെ മാക്സ്, പ്രിൻ്റ് max a.
മാക്സ് കിട്ടി. ഇനിയിപ്പം എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ച് പ്രിൻറ്റിന് 2 ആർഗ്യുമെൻറ്റ് പറ്റുമല്ലോ, ഇതും പറ്റും കേട്ടോ. മിൻ എ കോമ മാക്സ് എ. മിന്നും മാക്സും തന്നു. എന്നിട്ട് നമുക്ക് പ്രിൻറ്റിൽ എത്ര ആർഗ്യുമെൻറ്റും പറ്റും. അതാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഒരു ബ്യൂട്ടി, പ്രിൻ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ബ്യൂട്ടി. മിനിമം ഈക്വൽ ടു, അപ്പോൾ പ്രിൻറ്റിന് ഇപ്പോൾ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ടാവും? 4 ആർഗ്യുമെൻ്റ് ഉണ്ടാവും. മാക്സിമം ഈക്വൽ ടു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പൈത്തൺ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കിയൊരു ഫംഗ്ഷനാണ്. അത് നമ്മുടെ എത്ര ജോലികളാണ് എളുപ്പമാക്കുന്നത്. ഏത് തരം പ്രിൻറ്റും നമുക്ക് പറ്റും. അപ്പോൾ ഇതുവരെ പഠിച്ച ഏതൊക്കെ ഫങ്ഷൻസ് പഠിച്ചു? ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, പ്രിൻറ്റ്, മിന്ന്, മാക്സ്, ലെന്ന് അല്ലേ. പിന്നെ അതുകൂടാതെ വളരെ ഉപകാരപ്രദമായ ഒരു ഫങ്ഷനാണ് നമ്മൾ ടൈപ്പ് മാറ്റുക എന്നുള്ളത്. ടൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ് എന്ത്? ഇൻറ്റും ഫ്ലോട്ടും. അപ്പോൾ പിന്നെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫംഗ്ഷനുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വളരെ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട്. ഇത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. ഗിവ് എക്സ്. ടൈപ്പ് എക്സ്. അപ്പോൾ എക്സ് എന്തായിരിക്കും? നമുക്കൊന്ന് റൺ ചെയ്യാം. ഗിവ് എക്സ് എന്ന് കൊടുത്തു, 5 എന്ന് കൊടുത്തു. നമ്മളെ മൈൻഡിൽ എക്സ് ഒരു ഇൻറ്റിജറാണ്. പക്ഷെ പൈത്തൺ എന്താണ് അത് എടുക്കാൻ നോക്കാം. പൈത്തൺ അതെന്താണ് എടുത്തതെന്ന് നോക്കാം. അത് നമ്മൾ പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ചെയ്താലേ പൈത്തൺ അതെന്താണ് എടുത്തതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഈ ബ്ലാക്ക് ബിസിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? പ്രിൻറ്റ് ടൈപ്പ് എക്സ് കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ വില കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കണം? എൻ്റർ കീ പ്രസ് ചെയ്യണം. അപ്പോൾ എന്താണ്? എക്സ് ഒരു സ്ട്രിങ് ആണ്. മനസ്സിലായില്ലേ? എക്സ് ഒരു സ്ട്രിങ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ y ഈസ് ഈക്വൽ ടു പ്രിൻറ്റ് x/2 എന്ന് കൊടുത്തൊന്നിരിക്കട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്താണ്? പ്രതീക്ഷിക്കുന്ന ഉത്തരം 2.5 ആണ്. പക്ഷേ ഇതൊരു എറർ വരും. ഗിവ് എക്സ് 5 കൊടുത്തു, എൻ്റർ കൊടുത്തു. അൺസപ്പോർട്ടഡ് ഓപ്പറൻ്റ് ടൈപ്പ് ഫോർ സ്ലാഷ് str and int. അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ? ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? എക്സിനെ നമ്മൾ എന്താക്കി മാറ്റണം? എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റ് എക്സ് എന്ന് കൊടുക്കാം. ഇനി എന്താണ്? പ്രിൻറ്റ് type of x after typecasting is comma type x. ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എക്സിനൊരു വില കൊടുക്കുന്നു, കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിലാക്കി അതൊരു സ്ട്രിങ് ആയിട്ടാണ് പൈത്തൺ മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ അതിനെ ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റിജർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ് int x. ഇതിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഈ പ്രക്രിയയെ നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കും. ഗിവ് എക്സ് ഞാൻ പിന്നെയും 5 തന്നെ കൊടുത്തു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ എന്താണ്? ആദ്യം ക്ലാസ് എന്താണ്? എക്സിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. പിന്നെ എന്താണ്? ആഫ്റ്റർ ടൈപ്പ് കാസ്റ്റിംഗ് അതെന്തായി മാറി?
ഇൻറ്റിജറായി മാറും. അതുകൊണ്ട് തന്നെ എനിക്ക് ഉത്തരവും കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ്ങിനെ ഫ്ലോട്ടാക്കാം, ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റിജറാക്കാം, ഒരു ഇൻറ്റിജറിനെ സ്ട്രിങ് ആക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗ് വഴി ചെയ്യാം. ഇനി രണ്ട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കുറേ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. നമുക്ക് എ ഉണ്ടല്ലോ, എ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് എ. ഇനി ഞാൻ സോർട്ടഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം സോർട്ടഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എഴുതേണ്ട, പ്രിൻറ്റ് സോർട്ടഡ് എ എന്ന് കൊടുക്കാം. എന്നേരം എന്താ സംഭവിക്കുന്നത്, ഈ എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, എ എന്ന് പറയുന്ന പാരാമീറ്ററാണ് സോർട്ടഡിൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇതെന്ത് റിട്ടേൺ ചെയ്യും, ഒരു സോർട്ടഡ് അറേ നമുക്ക് റിട്ടേൺ ചെയ്യും. നമുക്കത് നോക്കാം. എ എന്താണ്, 10, 20, 35, 2, -1. അപ്പോൾ എന്ത് ചെയ്തു തന്നു, പൈത്തൺ നമുക്ക് അത് റിട്ടേൺ ചെയ്ത് തന്നു, അത് സോർട്ട് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് തന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് 3 ലൈനായിട്ടും എഴുതാം കോഡ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 3 ലൈനായിട്ട് എഴുതുന്നത്. പക്ഷെ നമ്മൾ ശീലിക്കേണ്ട ഏതാണ്, 2 ലൈനിൽ തന്നെ ആക്കിയിട്ട് എഴുതണം. ബി ഈസ് ഈക്വൽ ടു സോർട്ടഡ് എ, പിന്നെന്ത് എഴുതിയാൽ മതി, പ്രിൻറ്റ് ബി എന്ന് എഴുതിയാൽ മതി. എന്തായി, അത് പ്രിൻ്റ് ചെയ്ത് വന്നു. അപ്പോൾ നമുക്കിനി ഒരു അറേയുടെ സം കണ്ടുപിടിക്കണം. പ്രിൻറ്റ്, അപ്പോൾ അതിനും ഫങ്ഷനുണ്ട്, സം എ. എത്രയാണ്, 66. 10, 20, 30, 30, 35, 65, 2, 67, -1 എത്രയാണ്, 66. ഇനി സോർട്ട് ചെയ്തിട്ടുള്ള സം ആണെങ്കിലും എത്രയായിരിക്കും, പ്രിൻറ്റ് സം സോർട്ടഡ് എ. ഇത് പറയുമ്പോൾ ആദ്യം വിളിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്, സോർട്ടഡ് എ. അപ്പോൾ സോർട്ടഡ് എൻ്റെ പാരാമീറ്ററാണ് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റാണ് എ. അപ്പോൾ എനെ സോർട്ട് ചെയ്ത് കിട്ടും. പിന്നെ അതെന്ത് ചെയ്യുന്നു, പിന്നെ അതിനെ സം ചെയ്യുന്നു, പിന്നെ അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ 2 രീതി ചെയ്താൽ നമുക്ക് 66 തന്നെ ആയിരിക്കും. സോർട്ട് ചെയ്യുമ്പോൾ നമ്പറിൻ്റെ വാല്യൂ മാറത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇന്ന്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫംഗ്ഷൻ ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മുടെ സമ്മറിയാണ്. ഇത്രയും ഫംഗ്ഷൻ, പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 1 ആർഗ്യുമെൻ്റ് ആകാം, 2 ആർഗ്യുമെൻ്റ് ആകാം, 10 ആർഗ്യുമെൻ്റ്. ലെന്നിന് 1 ആർഗ്യുമെൻ്റേ പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് തരും, ടൈപ്പ് തരും, പിന്നെ ഇൻറ്റിജർ പഠിച്ചു. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. മിൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ മിനിമം തരും. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലുള്ള മാക്സിമം തരും. ഇപ്പോൾ നമ്മൾ ഇനി കുറേ എക്സസൈസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അത് ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ വൃത്തിയിൽ മനസ്സിലാവും. താങ്ക് യു.